ചെമ്പനിപ്പൂ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സച്ചി ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് കരുതിയിട്ട് രേവതിയാണെങ്കിൽ സച്ചിയെ കൊണ്ടുപോയിട്ട് കിച്ചണിൽ ഇരുത്തുവാണ്. അവിടെ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തിട്ട് ഇരിക്കാനാ പറയുന്നത്. മറ്റു രണ്ടുപേര് എന്തായാലും അങ്ങോട്ടേക്ക് വരില്ലല്ലോ. ആ ഒരു ആശ്വാസത്തിലാണ് രേവതി അവിടെ കൊണ്ടുപോയിട്ട് സച്ചിയെ ആക്കുന്നത്. എന്നാൽ ബീരാൻ സച്ചി അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇനി അവിടെ നിൽക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. സച്ചി തന്നെ കണ്ടാലോ എന്ന് വിചാരിച്ച് കിച്ചണിൽ നിന്ന് ഇറങ്ങിയിട്ട് ബീരാനാണെങ്കിൽ നേരെ ഗ്രീൻ റൂമിലേക്കാണ് പോകുന്നത്. അവിടെ രേവതി ഓൾറെഡി വാഷ്റൂമിൽ പോയിട്ടുണ്ടായിരുന്നു. ആരോ വാഷ്റൂമിൽ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ബീരാനാണെങ്കിൽ കട്ടിന്റെ അടിയിൽ ഒളിച്ചു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് രേവതി കാണുന്നില്ല. പക്ഷെ ബീരാന്റെ ഫോണ് രേവതിയുടെ കയ്യിലെത്തുന്നുണ്ട്. ആ ഫോണ് ആരുടെ എന്നുള്ള കാര്യം അറിയാത്തതുകൊണ്ട് തന്നെ അതിലേക്ക് വന്ന് കോൾ അറ്റൻഡ് ചെയ്തപ്പോ ബീരാന്റെ എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. ബീരാൻ അറിയാത്തവര് ആരും അവിടെ ഇല്ല. ബീരാൻ കിച്ചണിനകത്തുണ്ടെന്ന് ഒരാൾ പറഞ്ഞത് പ്രകാരം അവർ അങ്ങോട്ടേക്ക് പോയി നോക്കുവാണ്. സച്ചി വരുന്നത് കാണുമ്പോഴേക്കും ബീരാനാണെങ്കിൽ ഒളിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷെ സച്ചി അവിടെയുള്ള ആളുടെ കയ്യിൽ ബീരാന്റെ ഫോൺ ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ ബീരാന്റെ കയ്യിലേക്ക് ഫോൺ കിട്ടുകയും ബീരാനെ അവരാരെയും കാണാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ കാര്യങ്ങൾ അതോടുകൂടി ഒന്നും തീരുന്നില്ല കേട്ടോ. ബീരാൻ കിച്ചണിലുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ. കല്യാണത്തിന്റെ സമയത്ത് ബീരാനെ അന്വേഷിക്കുന്നുണ്ട് എല്ലാവരും. അങ്ങനെ ബീരാനെ തേടിയിട്ട് കിച്ചണിലേക്ക് എത്തുകയും അവിടുന്ന് ബീരാനെ വലിച്ചുകൊണ്ട് മണ്ഡപത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. കാരണം ചെക്കനെയും പെണ്ണിനെയും അനുഗ്രഹം മേടിക്കണമല്ലോ മാമന്റെ, അതിനു വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ വെച്ചിട്ടാണ് സച്ചിയും രേവതിയും കൂടി ചേർന്നിട്ട് ഇവരെ കാണുന്നത്. കണ്ട് അവിടെ വെച്ചുണ്ടാവുന്ന രംഗങ്ങളും അതുപോലെ തന്നെ വീട്ടിൽ ബീരാനെ കൂട്ടിക്കൊണ്ടുവന്ന് എല്ലാവരുടെ സത്യം അറിയിക്കുന്ന ആ ഒരു ഇതുവരെയായിരുന്നു നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റായിട്ട് ഞാൻ കൊടുത്തേക്കാവേ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. അങ്ങനെ ബീരാൻ ചെയ്തത് തെറ്റാണ്, എല്ലാവരും തന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതെല്ലാം കേൾക്കാൻ ബാധ്യസ്ഥനാണ് ഞാന്. ഒന്നും പറഞ്ഞിട്ട് ഒഴിയാൻ വേണ്ടി പറ്റില്ല. ആരംഭത്തിൽ ഞാനും വിചാരിച്ചത് ഇത് ചുമ്മാ കളിയാണ് എന്നാണ്. പോകെ പോകെയാണ് എനിക്ക് കാര്യങ്ങൾ എന്താന്നുള്ള കാര്യം മനസ്സിലായി തുടങ്ങിയത്. എന്റെ തൊഴിലാണ് സത്യം. ഞാൻ ഒരാളെയും പറ്റിച്ച് ജീവിക്കുന്ന ഒരാളല്ല. എല്ലാം ചെയ്തത് ശ്രുതിക്ക് വേണ്ടിയിട്ടാണ്. ഇതൊന്നും ഒരിക്കലും കാശോ പണോ മോഹിച്ചിട്ടല്ല ഞാൻ ചെയ്തത്. ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, അതിന് ഒരു സഹായം ആവുകയാണെന്നുണ്ടെങ്കിൽ ആവട്ടെ എന്നുള്ള മട്ടിലാണ് കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തത്. എല്ലാവരും നല്ലവരാണ്, നിങ്ങളെയൊക്കെ പറ്റിക്കുകയാണല്ലോ എന്നുള്ളൊരു കുറ്റബോധം എപ്പോഴും എന്റെ മനസ്സിലുണ്ടായിട്ടുണ്ടായിരുന്നു. എങ്കിലും എന്റെ അഭിനയമോഹം കൊണ്ടാണ്, എനിക്ക് അഭിനയിക്കാൻ ഒരു അവസരം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. എന്നാൽ പോകെ പോകെ ശ്രുതിക്ക് വേണ്ടിയിട്ട് അഭിനയിക്കേണ്ട അവസ്ഥയായി. ആ പെൺകുട്ടിയുടെ ഭാവി ഇതിനകത്തുള്ളതെന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ കെഞ്ചി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് താൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഞാൻ ചെയ്തതിനെല്ലാം എല്ലാവരോടുമായിട്ട് ഒന്നുകൂടി മാപ്പ് ചോദിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയെ ഇങ്ങനെ ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കുവാണ്. അതുമാത്രമല്ല ശ്രുതിയും നോക്കുന്നുണ്ട്. ഉടനെ തന്നെ ശ്രുതി പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അച്ഛാ ഇയാള് അഭിനയിച്ച് നമ്മളെല്ലാരെയും പറ്റിക്കുകയും ചെയ്തു. അച്ഛാ ഇയാളെ പിടിച്ചിട്ട് പോലീസിനെ ഏൽപ്പിക്കണം. ഇത് കേട്ട ഉടനെ തന്നെ സച്ചി പറയുന്നുണ്ട്, ഇയാള് ചെറിയ അക്യൂസ്ഡാണ്, മെയിൻ അക്യൂസ് നിന്റെ ഭാര്യയാണ്. ഇയാളെ പോലീസിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കേസ് വരാൻ വേണ്ടി പോകുന്നത് നിന്റെ ഭാര്യയുടെ മേലായിരിക്കും. അത് പ്രശ്നമില്ലെങ്കിൽ നമുക്ക് പോലീസിനെ വിളിക്കാം എന്ന് സച്ചി പറയുന്നുണ്ട്. സച്ചി പറഞ്ഞു കേട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ശ്രുതിക്ക് പിന്നെ ഒന്നും മിണ്ടാനില്ല. അത് കഴിഞ്ഞ് ബീരാൻ ശ്രുതിയുടെ അടുത്തും പറയുന്നുണ്ട്, ഞാൻ ചെയ്തത് ശ്രുതി തെറ്റ് തന്നെയാണ്, എന്നോട് ക്ഷമിക്കണം. എന്നിട്ട് നേരെ ശ്രുതിയുടെ അരികിലേക്കാണ് കേട്ടോ ചെല്ലുന്നത്. എപ്പോഴും പറയാറുണ്ടല്ലോ, നീ കള്ളം ഒരിക്കലും നിലനിൽക്കില്ല, അത് എന്നാണെന്നുണ്ടെങ്കിലും പുറത്തു വരും. ആട് പിടിവിട്ടത് വരെ മാത്രമാണ് ഓടാൻ വേണ്ടി പറ്റുള്ളൂ. പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ എല്ലാവരും അറക്കും. സത്യം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന്റെ കഷ്ടം കുറച്ചു നേരം മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ കള്ളം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കള്ളത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ജീവിതാവസാനം വരെ പോരാടേണ്ടി വരും. ഇപ്പോ ആ പോരാട്ടവും നിന്നുപോയി. ഇനി എന്തായാലും നിന്റെ ജീവിതം നീ തന്നെ രക്ഷിച്ചോളൂ, ഞാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് ബീരാൻ അവിടുന്ന് പോകുന്നുണ്ട്. അന്നപ്പോ തന്നെ പറഞ്ഞില്ലേ ഒരു മുഖമൂടി അഴിഞ്ഞു വീഴാനുണ്ട് എന്നുള്ള കാര്യം, അത് ഇതാണ്. ആരംഭത്തിലെ എനിക്ക് മലേഷ്യ ഇളയച്ചിനെ കുറിച്ചിട്ട് സംശയം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോ ആ സംശയം തീർന്നു കിട്ടി. അതെ അച്ഛാ, ഇതിനു മുമ്പ് ഞാൻ അദ്ദേഹത്തിനെ നമ്മുടെ നാട്ടിൽ വെച്ച് ഒരു സ്ഥലത്ത് വെച്ച് അയാളെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചത് ഞാൻ തെറ്റിദ്ധരിച്ചു എന്നാണ്. എന്തിനാണ് ശ്രുതി ഇത്രയും കള്ളം പറഞ്ഞ് നമ്മളെയൊക്കെ പറ്റിച്ചെന്നുള്ള കാര്യം അറിയില്ലല്ലോ അച്ഛാ എന്ന് രേവതി ഇങ്ങനെ ചോദിക്കുന്നുണ്ടേ. പറ്റിക്കപ്പെടാൻ വേണ്ടിയിട്ട് നമ്മള് അത്രയും പൊട്ടന്മാരായി നിന്ന് കൊടുത്തില്ലേ? എടാ ബുദ്ധിമാനെ, നീ എപ്പോഴും പറയുമല്ലോ നീ വലിയ അറിവുള്ള ആളാണ് എന്ന്. നിന്റെ ആ പുറത്തുള്ള ബോർഡ് ഉണ്ടല്ലോ, അതെടുത്ത് തൂക്കി കളഞ്ഞിട്ട് അവിടെ പൗഡർ എടുത്തിട്ട് ബോർഡ് വെക്ക്. ഇവിടെയുള്ള അത്രയും ആൾക്കാരുടെ തലയിൽ മുളക് അരച്ചിട്ട് ജട പിന്നിട്ട് അതിനകത്ത് പൂ വെച്ചു. ഈ വീട്ടിലുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ബുദ്ധിശാലി ഇതാ നിൽക്കുന്ന ഇവളാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ സച്ചി. അതൊക്കെ കേട്ടിട്ട് ചന്ദ്രമതിക്ക് ഇങ്ങനെ അരിച്ചു കയറുന്നുണ്ട് കേട്ടോ. പക്ഷെ ആളവിടെ തന്നെ ഇരിക്കുവാണേ. ആദ്യം രവിയാണ് ശ്രുതിക്ക് അരികിലേക്ക് ചെല്ലുന്നത്. എന്നിട്ട് ശ്രുതി എന്ന് പറഞ്ഞു വിളിക്കുമ്പോഴേക്കും ഞെട്ടിട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട് ശ്രുതി എന്താ ഇതൊക്കെ? ഇത് വീടാണോ അതോ വല്ല ഡ്രാമ നടത്തുന്ന കമ്പനിയാണോ? എന്തോരം കള്ളത്തരങ്ങളാ നീ പറഞ്ഞിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു നീ നല്ലൊരു പെണ്ണാണെന്ന്. പക്ഷെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്? അവര് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണോ? പറയടി എന്ന് പറഞ്ഞിട്ട്
രവി അങ്ങ് ചൂടാവുന്നുണ്ട് കേട്ടോ. അപ്പോഴും ശ്രുതിക്ക് ഒന്നും മിണ്ടാൻ പറ്റാതെ പേടിച്ചിങ്ങനെ നിൽക്കുവാണ്. അതിനിടയ്ക്ക് നമ്മുടെ സച്ചി പറയുന്നുണ്ട്, അച്ഛാ മിണ്ടാതിരിക്കുന്നത് കണ്ടാൽ തന്നെ അറിയില്ലേ, കള്ളനെ കൈയോടെ പൊക്കിയതാണ്. ഇനി എന്തായാലും കള്ളം പറഞ്ഞിട്ട് ആരും പറ്റിക്കാൻ വേണ്ടി പറ്റുമെന്ന് വിചാരിക്കണ്ട. തുടർന്ന് രവി ചോദിക്കുന്നത്, നിനക്ക് മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ? കുടുംബത്തെ മൊത്തം ഇത്രയും നാള് പറ്റിച്ചോണ്ടിരിക്കുകയായിരുന്നു. നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ എല്ലാവരും വിശ്വസിച്ചില്ലേ? ഞങ്ങളെയല്ലേ നീ പൊട്ടന്മാരാക്കിയത്? ഇല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്കും ഒരു അക്ഷരം മിണ്ടി പോവരുത്. നിനക്ക് ഞങ്ങളെ എല്ലാവരും കോമാളിയെ പോലെയാണല്ലേ തോന്നുന്നത്? കഴിഞ്ഞ് കഴിഞ്ഞാലും വിശ്വസിക്കും എന്നുള്ള കാര്യം നിനക്ക് തോന്നിയില്ലേ? അങ്ങനെ വിശ്വസിച്ച നീ ബുദ്ധിമാനും ഞങ്ങളെല്ലാവരും പൊട്ടന്മാരും അല്ലേ? ഇങ്ങനെയൊക്കെ ഒരു പെണ്ണ് ചെയ്യോ? എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇളയച്ചനാണെന്ന് പറഞ്ഞിട്ട് ഒരാളെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഇങ്ങനത്തെ ഫ്രോഡ് പണിയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നു. ഇങ്ങനെയൊന്നും ഒരു മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി പാടില്ല. ഇങ്ങനെ ഒരാളെ കബളിപ്പിക്കാൻ പാടില്ല. ഇതൊന്നും തെറ്റാണെന്നുള്ള കാര്യം നിനക്ക് അറിയില്ലേ? സുധിയെ പറ്റിച്ചുകൊണ്ട് പോയി ആ പെണ്ണ് തന്ന പണം നിന്റെ അച്ഛൻ തന്ന പണമാണെന്ന് പറഞ്ഞിട്ട് കട ആരംഭിച്ചു. അപ്പൊ തന്നെ എന്തോരം വലിയ പ്രശ്നമായി അത്. അന്ന് ഞാൻ വിചാരിച്ചു അതാണ് ചെയ്തതിൽ ഏറ്റവും വലിയ തെറ്റെന്ന്. എന്നാ അതിനേക്കാളും വലിയ തെറ്റല്ലേ അന്നേ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ, ഈ കുടുംബത്തിലെ ഉത്തരവാദിത്തമുള്ള മരുമകളായിട്ട് ഇരിക്കണമെന്ന്. പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം ദേഷ്യത്തിൽ ഇങ്ങനെ ചോദിക്കുവാണ് രവി. കരഞ്ഞുകൊണ്ട് പേടിച്ചിട്ട് പറഞ്ഞിരുന്നു അങ്കിൾ എന്ന് പറയുന്നുണ്ട്. അപ്പോഴെങ്കിലും നിനക്ക് ഞങ്ങളുടെ അടുത്ത് സത്യം പറഞ്ഞുകൂടായിരുന്നോ? അല്ലെങ്കിലും നീ എങ്ങനെയാ പറയുന്നത്? ഇത്രയും നാള് നീ കള്ളം പറഞ്ഞിട്ടാണല്ലോ ഇരുന്നോണ്ടിരുന്നത്. സച്ചിൻ രേവതിയും ഇത് കണ്ടുപിടിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഈ ആയുസ് മുഴുവൻ കള്ളം പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും പറ്റിച്ചേനെ. അതെ, ഉറപ്പാണ് അച്ഛാ, അങ്ങനെ തന്നെ നടക്കുള്ളൂ. ഇവള് പറഞ്ഞ കള്ളം ഉണ്ടല്ലോ, ദൈവത്തിന് പോലും ദഹിക്കാത്തത് കൊണ്ടാണ് ആ ഇറച്ചി വെട്ടുകാരനെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചത്. ഇത്രയും വലിയ തെറ്റൊക്കെ ഞങ്ങളോട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങള് നിന്നോട് എന്ത് പാപമാണ് ചെയ്തിരിക്കുന്നത്? നിന്നെ എന്താ ഇവിടെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? നിന്നെ ഈ വീട്ടിലെ മകളായിട്ട് തന്നെയല്ലേ കണ്ടത്? അതൊക്കെ വിട്ടേക്ക്. ഈ വീട്ടില് 3 മരുമക്കളാണ്. എന്നെങ്കിലും നിങ്ങളെ ആരെങ്കിലും മരുമകളെ പോലെയാണോ കണ്ടത്? സ്വന്തം മക്കളെ പോലെ തന്നെയല്ലേ കണ്ടത്? ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ നിനക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുകയും ചെയ്തു. ഇങ്ങനെയെല്ലാം വിശ്വസിപ്പിച്ച് ഞങ്ങളെ കഴുത്തറത്തില്ലേ നീ? അങ്ങനെ ഞങ്ങളെല്ലാവരും പറ്റിക്കാൻ മാത്രം എന്താണ് നിന്റെ പ്രശ്നം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീ ആരാണെന്നുള്ള കാര്യം പോലും ഞങ്ങൾക്കിപ്പോൾ അറിയില്ലല്ലോ. അത് കഴിഞ്ഞ് നേരെ ശ്രുതിക്ക് അരികിലേക്ക് ചെല്ലുവാണ് കേട്ടോ. ശ്രുതി, ഈ കാര്യങ്ങളൊക്കെ നിനക്ക് നേരത്തെ അറിയായിരുന്നോ? എല്ലാ തെറ്റുകളും നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണല്ലോ ചെയ്യാറ്. ഈ കാര്യവും നിനക്ക് മുമ്പേ അറിയായിരുന്നോടാ? പറയടാ എന്ന് പറഞ്ഞിട്ട് രവി ദേഷ്യപ്പെടുവാണേ. അത് കേട്ട് ശ്രുതി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, അച്ഛാ അതിനും സാധ്യതയുണ്ട്. കാരണം കാശിന്റെ വിഷയത്തിൽ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണല്ലോ നമ്മളെ പറ്റിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒന്ന് പോടാ അവിടുന്ന്. അച്ഛാ, എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഇവള് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാനും വിശ്വസിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇവിടെ നടക്കുന്നതെന്നുള്ള കാര്യം പോലും മനസ്സിലാവുന്നില്ല. ഞാൻ ആരുടെ കൂടെയാണ് അച്ഛൻ ജീവിക്കുന്നതെന്നുള്ള കാര്യം ഇപ്പൊ എനിക്ക് അറിയില്ല. തുടർന്ന് രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ, ശ്രുതി, അന്ന് പണത്തിന്റെ കാര്യം നീ മറച്ചു വെച്ചതില് നിനക്കൊരു ന്യായം പറയാനുണ്ടായിരുന്നു. നിന്റെ ഭർത്താവിന് ഒരു ബിസിനസ് ആരംഭിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാ ഇതിലെന്ത് ന്യായമാണ് നിനക്ക് പറയാനുള്ളത്? എന്തിനാ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ് ജീവിക്കുന്നത്? രേവതി, ഇത് മാത്രമല്ല, മെയിൻ കള്ളം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മലേഷ്യ, അവിടെ സ്വത്ത്, അച്ഛൻ കാര്യങ്ങളൊക്കെ, പിന്നെ അച്ഛനെ കൊല്ലല്, പിന്നെ ജയില്, അതെല്ലാം ഒരുപാട് കള്ളങ്ങൾ കിടക്കുന്നുണ്ട്. തുടർന്ന് രവി വീണ്ടും ശ്രുതിക്ക് അരികിലേക്ക് ചെല്ലുവാണേ. നീ നിന്റെ ഇളയച്ചനാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടല്ലേ അയാളെയും കൂട്ടിയിട്ട് ഞങ്ങളുടെ നാട്ടിൽ വന്ന് അയാൾക്ക് ഞങ്ങൾ സദ്യ വെളിച്ചു വിളമ്പോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്രയും വലിയ ഗംഭീര സ്വീകരണമൊക്കെ കൊടുത്തു. അങ്ങനത്തെ എന്റെ വീട്ടുകാരെ തന്നെ നീ മൊത്തത്തില് മുളകരച്ച് തേച്ചതുപോലെ ആയില്ലേടി? ഇല്ല അങ്കിൾ, ഇല്ല അങ്കിൾ എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. ശരി, എപ്പോഴെങ്കിലും നീ സത്യം പറ, എന്തിനാണ് ഇങ്ങനെ കള്ളം പറഞ്ഞത്? ഞാൻ ആരെയും പറ്റിക്കാൻ വേണ്ടിയിട്ടല്ല അങ്കിൾ ഇങ്ങനെ പറഞ്ഞത്. ഞാനെന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും നിർത്തടി, കള്ള കഴുതേന്ന് വിളിക്കുവാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര. അത് കേൾക്കുമ്പോഴേക്കും ശ്രുതി അങ്ങ് ഞെട്ടുന്നുണ്ട്. അത്രയും നേരം ദേഷ്യം പിടിച്ചിട്ടാണെങ്കിലും ശാന്തമായിട്ട് അവിടെ അങ്ങനെ ഇരിക്കുവായിരുന്നു കേട്ടോ ആള്. അപ്പോഴാണ് ഇരുന്നിടത്ത് ചാടി അങ്ങ് എഴുന്നേൽക്കുന്നത്. എടി കള്ള കഴുതേന്ന് വിളിച്ചും കൊണ്ട്, ആരാടി നീ? നീ എവിടുന്നാടി വന്നത്? നീ ശരിക്കും ഒരു മനുഷ്യ സ്ത്രീ തന്നെയാണോ? ഇത്രയും നാള് ഇവിടെ നല്ല വേഷം ഇട്ട് നടക്കുമായിരുന്നു. വാ തുറന്നു കഴിഞ്ഞാൽ നിനക്ക് കള്ളം മാത്രമേ പറയാൻ അറിയുള്ളൂ ഇല്ലടി? ഇല്ല ആന്റി, ഞാൻ എന്തിനാന്ന് വെച്ചാലെന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും എന്നെ അങ്ങനെ വിളിച്ചു പോകരുത്. ആന്റി ആന്റി എന്ന് പറഞ്ഞിട്ട് നീ എന്റെ തലയിൽ തന്നെ മൊട്ടയടിച്ച് എല്ലടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പിടിച്ച് തള്ളുവാണേ. ചന്ദ്ര ദേഷ്യപ്പെടുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോഴേക്കും ചന്ദ്ര നീ ദേഷ്യപ്പെടലേ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. എങ്ങനെ രവിയേട്ടാ ഞാൻ ദേഷ്യപ്പെടാതിരിക്കുക? മനുഷ്യരുടെ ജീവിതത്തിൽ കള്ളം പറയും, 1 2 ഒക്കെ. എന്നാൽ ഇവളുടെ ജീവിതം തന്നെ മൊത്തത്തിൽ കള്ളമാണ്. ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന മരുമകളാണെന്ന് 100 തവണ ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. നിന്നെ പോലെ നല്ലൊരു മകളെ എന്റെ കുടുംബത്തില് മറ്റാർക്കും കിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ നീ ഇന്ന് എന്റെ മുഖത്തടിച്ചിലടി ചെരുപ്പ് കൊണ്ട്. അയ്യോ ഇല്ല ആന്റി എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ടെങ്കിലും നീ മിണ്ടിപ്പോകരുത്. ഏതോ ഒരു ഇറച്ചി വെട്ടുകാരനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് നിന്റെ ഇളയച്ചനാണെന്ന് പറഞ്ഞ് അയാൾ വലിയ ആളാണെന്ന് പറഞ്ഞ് വലിയ കഥയൊക്കെ പറഞ്ഞ് അയാൾക്ക് വേണ്ടിയിട്ട് ഞാൻ അയാളുടെ മുമ്പിൽ തല കുനിച്ച് ഞാന് പണിവേല ചെയ്തു കൊടുത്തു. അതിനെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്ക് നാണക്കേടാ തോന്നുന്നത്. ഇപ്പൊ തന്നെ എന്നോട് അറപ്പ്
തോന്നുന്നുണ്ട്. എന്തോരം കള്ളമാണ് ഇവള് പറഞ്ഞത്. ഇതുപോലെ കള്ളം പറഞ്ഞ് നടിക്കുന്നൊരുത്തിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് ദേഷ്യത്തോട് കൂടിയിട്ട് ശ്രുതിക്ക് അരികിലേക്ക് എന്നിട്ട് നിനക്ക് ഇതിനെ കുറിച്ചൊക്കെ മുമ്പേ അറിയാമെന്ന് ചോദിക്കണം. അയ്യോ അമ്മ, എനിക്ക് ഇതിനെ കുറിച്ചൊന്നും ഒന്നും അറിയില്ലായിരുന്നു. വീണ്ടും ശ്രുതിക്ക് ഇങ്ങനെ അരികിലേക്ക് വരുവാണ്. അല്ലടി, നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ കള്ളം പറയാൻ വേണ്ടി പറ്റുന്നത്? അത്രയ്ക്ക് എക്സ്പീരിയൻസ് ആണോ നിനക്ക്? നിന്നെ ഒന്ന് വിശ്വസിച്ചിട്ട് അടുത്ത് കിടക്കാൻ വേണ്ടി പറ്റില്ലടി. ഉറങ്ങുന്ന സമയത്ത് നീ വേണമെന്നുണ്ടെങ്കിൽ തലയിൽ കല്ലെടുത്തിട്ടിട്ട് കൊല്ലണമെന്ന് വെച്ചാൽ നീ കൊല്ലുകയും ചെയ്യും. അയ്യോ ആന്റി, അങ്ങനെയൊന്നും ഇല്ല എന്ന് ശ്രുതി പറയുകയോ ഒരക്ഷരം മിണ്ടി പോകരുതെന്ന് പറഞ്ഞിട്ട് കൊട്ടുകയാണുണ്ട്. രണ്ട് കാരണത്തും നോക്കിയിട്ട് മിണ്ടി പോകരുതടി, നിനക്ക് അത്രയ്ക്ക് ധൈര്യമോടി കള്ളം പറയാൻ വേണ്ടിയിട്ട്. നിന്നെ ഒന്നും കൈകൊണ്ട് തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ പാപം കിട്ടും. നീ ചെയ്തത് എന്താണെന്നുള്ള കാര്യം നിനക്ക് അറിയോടി? പാപമാണ്. അത്രയ്ക്കും വിശ്വാസം വഞ്ചനയാടി നീ ചെയ്തത്. നിന്നെ വിശ്വസിച്ച എന്നെ തന്നെ നീ പറ്റിച്ചടി. നീ എന്റെ മരുമകളാണെന്ന് ഭയങ്കര അഹങ്കാരത്തോട് കൂടിയിട്ടായിരുന്നു ഞാൻ പറഞ്ഞത്. കുറച്ചു മുമ്പ് കൂടി നിന്നെ കുറിച്ച് പുകഴ്ത്തുന്ന രീതിയിലാണ് ഞാൻ രവിയേട്ടൻ്റെ അടുത്ത് സംസാരിച്ചത്. നിന്നെ ഞാൻ തലയ്ക്ക് മേലെ വെച്ചിട്ട് കൊണ്ടാടി. അത് തന്നെയാണമ്മേ നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഇവളെ തല കെട്ടിയിട്ട് ആടി എന്നാ അവള് തറയിലിട്ട് ചവിട്ടി തേച്ചില്ലെന്ന് ചോദിക്കുകയാണ് സച്ചി. കേട്ടോടി നീ? അവനെ ചോദ്യം ചെയ്തത് കേട്ടോ? അവനോടൊന്നും എനിക്ക് മറുപടി പറയാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയായി. അവനല്ലെങ്കിലും ശരി തന്നെയാണല്ലോ ചോദിക്കുന്നത്. ഇപ്പൊ അവൻ ചോദിച്ചു, ഇനി കുറച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടിലുള്ള എല്ലാവരും എന്നോട് ചോദിക്കും. കാരണം ഞാനാണല്ലോ നിന്റെ മരുമകളായിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. നാട്ടിലുള്ള എല്ലാവരും എന്റെ മുഖത്ത് നോക്കി തുപ്പാൻ വേണ്ടി പോവാണടി ചേന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല അവിടെയുള്ള കുപ്പിയും സാധനങ്ങളൊക്കെ തട്ടിക്കളയുന്നുണ്ട് ചന്ദ്ര ദേഷ്യം പിടിച്ചിട്ട്. ആന്റി വേണ്ട ആന്റി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി പിടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും തോട്ട് പോകരുതടി എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ ബാഗ് എടുത്തിട്ട് വലിച്ചെറിയുന്നൊക്കെ ഉണ്ട്. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് സംസാരിച്ചിട്ടാണ് നീ ഇത്രയും കാലം എന്നെ പറ്റിച്ചത്. എന്റെ മകൻ പാവമാണടി. അവൻ എന്ത് പാവമാടി ചെയ്തത്? അവനെ അല്ലടി നീ ഇത്രയും നാൾ പറ്റിച്ചത്. നീയൊക്കെ ഒരു മനുഷ്യ ജന്മാണോടി. അല്ലെങ്കിലും നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശ്വസിച്ചിട്ട് ബൊമ്മയെ പോലെ തലയാട്ടിക്കൊണ്ടിരുന്ന എന്നെ പറഞ്ഞാൽ മതി. എനിക്ക് എന്റെ ജീവിതത്തിൽ എന്നോട് തന്നെ അറപ്പ് തോന്നുവാണ്. ആന്റി പ്ലീസ് ആന്റി, എന്നെ എത്ര വേണമെങ്കിലും ചീത്ത വിളിച്ചോളൂ. പക്ഷെ ഞാനെന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും എന്താടി നീ പുതിയ കഥ ഇറക്കാൻ വേണ്ടി പോവാണോ? ഇനി നിന്റെ വായെന്ന് വരുന്ന വാക്കുകളൊക്കെ ഞാൻ വിശ്വസിക്കുന്നതാണോ നീ വിചാരിച്ചത്? ശ്രുതി, നീയെങ്കിലും ഞാൻ പറയുന്നൊന്ന് കേൾക്കുകയെന്ന് പറഞ്ഞിട്ട് ശ്രുതിക്ക് അരികിലേക്ക് പോകുമ്പോഴേക്കും പിടിച്ചങ്ങ് തള്ളിയിട്ടിട്ട് എന്റെ മകന്റെ അടുത്ത് ഇനി നീ മിണ്ടിക്കഴിഞ്ഞ് നിന്നെ കൊന്നുകളയും. ശ്രുതിക്ക് എന്താ പറയാനുള്ളതെന്നുള്ള കാര്യം ഒന്ന് കേൾക്കായിരുന്നു അമ്മയ്ക്ക് എന്ന് രേവതി സച്ചിയുടെ അടുത്ത് പറയുമ്പോ കേട്ടിട്ട് എന്താ കാര്യം, അതും കള്ളം തന്നെ ആയിരിക്കുമല്ലോ എന്ന് സച്ചി പറയുന്നുണ്ട്. അത് ചന്ദ്ര കേൾക്കുന്നുണ്ട്. നിന്നെ ഈ വീട്ടിലേക്ക് കൂട്ടി കൊണ്ടുവന്നല്ലോ മരുമകളായിട്ട്, അതിനുള്ളത് എനിക്ക് കിട്ടി. എന്നെ നീ തന്നെ പൊട്ടത്തിയാക്കിയില്ലേ? നിന്നെ വിശ്വസിച്ചിട്ട് എന്റെ മകന് നിന്നെ കല്യാണം കഴിച്ചു കൊടുത്തില്ലേ? നീ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന എന്നെ വേണം ഞാൻ ആദ്യം അടിക്കാന്. എനിക്ക് വരുന്ന ദേഷ്യത്തിനുണ്ടല്ലോ ഞാൻ നിന്നെ ചിലപ്പോ കൊന്നുപോകും. ഇനി എന്തായാലും ഒരു നിമിഷം പോലും നീ ഈ വീട്ടിൽ നിൽക്കാൻ വേണ്ടി പാടില്ല. ഇറങ്ങി പോടി എന്ന് പറയണേ. അപ്പോഴേക്കും പ്ലീസ് ആന്റി എന്നിങ്ങനെ ശ്രുതി പറയുന്നുണ്ടെങ്കിലും പോവാനല്ലടി നിന്റെ അടുത്ത് പറഞ്ഞത്. ഇറങ്ങി പോടി എന്ന് പറഞ്ഞിട്ട് പിടിച്ചങ്ങ് തള്ളി പുറത്തേക്ക് അങ്ങ് ഇടുവാണ്. ശ്രുതി എന്തോ പറയാൻ വേണ്ടി പോകുന്നുണ്ട്. അത് ആദ്യം കേൾക്കണം ചന്ദ്രേ, നീ വെറുതെ എടുത്ത് ചാടരുതെന്ന് പറയുന്നുണ്ട്. ഇനി അവള് പറയുന്നത് എന്ത് കേൾക്കാനാണ്? ഇത്രയും നാള് അവള് പറഞ്ഞത് കേട്ടത് പോരെ നിങ്ങൾക്ക്? ഇനിയും ഇവള് പറയുന്നത് കേട്ടിട്ട് വിശ്വസിച്ച് നിൽക്കണോ നമ്മളിവിടെ? അങ്ങനെ ചന്ദ്ര പോവാൻ വേണ്ടിട്ട് പറയുമ്പോഴൊന്നും ശ്രുതി പോകുന്നൊന്നുമില്ല കേട്ടോ. പിടിച്ച് പുറത്തിടുന്നുണ്ടെങ്കിലും ഇല്ല ആന്റി ഞാൻ ഇവിടുന്ന് പോവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മുട്ടിക്കുത്തിന് പിടിച്ചിട്ട് ചന്ദ്ര ശ്രുതിയെ പുറത്തേക്ക് തള്ളിങ്ങാണ്ട് ഇടുകയും എന്നിട്ട് കഥ അടയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ പറയാം. വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക്